ഇന്ന് നമ്മൾ നക്കിൾ ജോയിൻ്റ് ആണ് വരയ്ക്കുന്നത്. നക്കിൾ ജോയിൻറ്റിൻ്റെ കമ്പോണൻസിൻ്റെ വീഡിയോ ആയിരിക്കും, ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും ഇത്. ഇതിൻ്റെ അസംബ്ലി വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്കിതിലെ കമ്പോണൻസ് ഓരോന്നായിട്ട് വരയ്ക്കാം. നമുക്ക് ആദ്യം ചെറിയ ചെറിയ കമ്പോണൻസ് വരച്ചിട്ട് വലിയ വലിയ കമ്പോണൻസിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഈ പിൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റ്, അതായത് ഈ പിൻ ഫോർത്ത് കമ്പോണൻ്റ് പിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് വരയ്ക്കാം. പാർട്ട് ഫയൽ എടുക്കുന്നു, എക്സ്ട്രൂഡഡ് ബേസ് പ്ലെയിൻ ചൂസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിൻ്റെ ഡയമീറ്റർ 24 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 24 ഡയമീറ്റർ. ഡയമീറ്റർ എടുത്തു. ഇനി അത് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് ഇതുവരെ എക്സ്ട്രൂഡ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇത്രയും തിക്നെസ് 12 ആണ്. അപ്പോൾ ബാക്കി എത്രയാണ് ഈ 24 ഡയമീറ്ററിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടുത്തെ തിക്നെസ് 6 12 6 പ്ലസ് 12 പ്ലസ് ഇവിടെ 18 ഉണ്ട്, 28 ഉണ്ട്. 18 പ്ലസ് 28 പ്ലസ് പിന്നെ ഒരു 18 ഇത്രയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും ലെങ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഈ സർഫസിൽ വീണ്ടും ഒരു സ്കെച്ച് ഓപ്പൺ ചെയ്യുന്നു. അവിടെ സർക്കിൾ വരയ്ക്കുന്നു. ഡയമീറ്റർ വലിയ സർക്കിളാണ്, ഡയമീറ്റർ കൊടുക്കാം നമുക്ക്. 36 ആണ് ഡയമീറ്റർ. 36 വലിയ സർക്കിളായി. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ 12 ടൈപ്പ് ചെയ്യുന്നു. ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പിൻ എന്ന് പറയുന്ന ഡയമെൻഷൻ. കറക്റ്റാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാം. അസംബ്ലി ചെയ്യുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പിന്ന് കയറാനുള്ളത്, ഈ ടേപ്പർ പിന്ന് കയറാനുള്ള ഒരു ഹോൾ ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമുക്ക് ഈ ടോപ്പ് ലൈൻ ഇത് ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അതൊരു സർക്കിളാണ് വേണ്ടത്. കറക്റ്റ് നടുക്കായിട്ടൊരു സർക്കിൾ വരയ്ക്കുന്നു. അതിൻ്റെ ഡയമീറ്റർ 6 ആണ് വേണ്ടത്. 6. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6ഉം പിന്നെ ഇതിൻ്റെ നടുക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ 12ൻ്റെ പകുതി 6. അപ്പം ഇത് 12 ആയിട്ട് നമുക്കെടുക്കാം. 12. ഓക്കെ. 12ൻ്റെ സർക്കിൾ വരച്ചു. എക്സ്ട്രൂഡഡ് കട്ട് ത്രൂ ഓൾ ബോത്ത്. ഓക്കെ, ആയിട്ടുണ്ട്. ഇത് കറക്റ്റാണെന്ന് തോന്നുന്നു. ഡയമെൻഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അസംബിൾ ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാം. പിന്നെ സേവ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഈ കോളർ വരയ്ക്കാം. സിമ്പിളായിട്ടുള്ള കമ്പോണൻറ്റ്. കോളറിന് ഡയമീറ്റർ 36 എന്ന് കൊടുത്തിട്ടുണ്ട്. അകത്ത ഹോളിൻ്റെ റേഡിയസ് 24. ഇതിൻ്റെ തിക്നെസ് എന്നുള്ളത് 12. ഓക്കെ. ഇനി ഇതിൻ്റെ മിഡിലായിട്ടും നമുക്ക് ടേപ്പർ പിന്ന് കയറാനുള്ള ഹോൾ കൊടുക്കണം. അതിനുവേണ്ടി കറക്റ്റ് മിഡിലിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. സിക്സിൻ്റെ ഹോള് ഇവിടെ 6. ഓക്കെ. കോളറിൻ്റെ അതും കംപ്ലീറ്റ് ആയി. ഓക്കെ, കോളറായി. ഇനി അടുത്ത ടേപ്പർ പിന്നെ നമുക്ക് റിവോൾഡ് ബേസ് അത് ആ ഓപ്ഷൻ എടുക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 42 ആണ്. അത് കൊടുത്തിട്ട് ബാക്കി വരയ്ക്കും. 42. ഓക്കെ. ഡയമീറ്റർ 6 ആണ്. അപ്പോൾ ഒരു എൻഡിൽ 6ൻ്റെ പകുതിയായ 3. മറ്റേ എൻഡിൽ 2.5 കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ടേപ്പർ കിട്ടുമല്ലോ. 2.5. ഓക്കെ.
ടേപ്പർ ആയിട്ടുണ്ട്. റിവോൾവ് ചെയ്യാനായിട്ടുള്ള ആക്സിസ് നോക്കുന്നുണ്ട്. ആക്സിസ് നമുക്ക് ഇതാണ് ആക്സിസ് ആയിട്ടുണ്ട്. ടേപ്പർ പിൻ, ഇതാണ് ടേപ്പർ പിൻ. ഇനി അടുത്തത് അപ്പം ഐ എൻഡ് വരയ്ക്കാം. നമുക്ക് ഫോർക്ക് എൻഡ് നമുക്ക് ഏറ്റവും അവസാനം വരയ്ക്കാം. ടേപ്പർ പിൻ, കോളർ, പിന്നെ ഈ 3 കമ്പോണൻ്റായി നമുക്ക് അടുത്ത ഐ എൻഡ് വരയ്ക്കാം. ഐ എൻഡ് 24 ക്രോസ് സെക്ഷൻ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് അപ്പോൾ ആദ്യം 24 28 ക്രോസ് സെക്ഷനിലുള്ള ഒരു സ്ക്വയറാണ് വേണ്ടത്. 28 and 28. ലെങ്ത് 96. ഓക്കെ, 96 ലെങ്ത്. 96 ലെങ്ത്. ഇതിൻ്റെ ഒരു എൻഡിൽ ഇത് ഒക്ടേൺ ആക്കണം. 8 സൈഡിലുള്ള ഒക്ടേൺ ആക്കണം. മറ്റേ സൈഡിൽ ഇങ്ങനെ സർക്കിൾ ഇത് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഒക്ടേൺ ആ സെറ്റപ്പ് നോക്കാം. അപ്പോൾ അത് ആദ്യം കസ്റ്റൂഡഡ് അതാണ്. അത് ഓപ്ഷൻ എടുക്കുന്നു. പോളി കറക്റ്റ് സെൻറ്റർ കിട്ടുന്നില്ലല്ലോ. സെൻറ്റർ കിട്ടി. സൈഡ് 8 കൊടുക്കുന്നു. ഇൻസ്ക്രൈബ്ഡ് ആയിരിക്കും. നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ഇതാണ്. നമുക്ക് കറക്റ്റ് ആക്കാം. 8 സൈഡുള്ള കൊളീനിയർ ആക്കുന്നു. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 8 സൈഡ് 1 2 3 4 5 6 7 8 സൈഡ്. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇതല്ല വേണ്ടത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പോർഷനാണ് നമുക്ക് വേണ്ടത്. ഈ പോർഷനാണ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. ഓക്കെ, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എത്ര കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 30 എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ ലെങ്ത് 30. ഇതാ ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. ഫില്ലറ്റ് ഇവിടെ കൊടുക്കാം. അതിൻ്റെ റേഡിയസ് ഇവിടെ 10 ആവുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ആവുന്നുണ്ട്. അപ്പോൾ 10 മതി. ഈ എഡ്ജ് ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആ ഷാഫ്റ്റ് 24 mm ഷാഫ്റ്റ് ഉണ്ട്. സർക്കിൾ ഓക്കെ, അതിൻ്റെ ലെങ്ത് ഫ്രീ ആണ്. സോ 30 തന്നെ മതി. ഫ്രീ ലെങ്താണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ഇത് IN ആണല്ലോ. ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് അതിൻ്റെതായ ഇവിടെ ഒരു ബൾജാണ് ആ പോർഷൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ സർഫസ് എടുക്കുന്നു, സർക്കിൾ എടുക്കുന്നു. 48 അകത്ത് 24. 48 ഇവിടെ 48 എന്ന് കൊടുത്തിട്ടുള്ളതുണ്ട്. ഇത് 48 ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഈ പിന്ന് കയറാനുള്ള 24ൻ്റെ ഹോളും. അപ്പം 48 24 തിക്നെസ് 28. ഇത്രയും പോർഷനല്ലേ ഉള്ളൂ.
ഇത്രയാണ്, ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. സർക്കിൾ ഓക്കെ. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ട് ഫില്ലറ്റും കൂടെ കൊടുക്കാം. 10ൻ്റെ ആവശ്യമില്ല, 5. കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർക്കെൻഡും വരയ്ക്കാം. ഫോർക്കെൻ്റെ വീഡിയോയും കൂടെ ഇത് കഴിഞ്ഞ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഓഡിയോ കാണത്തില്ല, നിങ്ങളിങ്ങനെ നോക്കി അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ എല്ലാ കമ്പോണൻറ്റും ആയിട്ടുണ്ട്. പിന്നെയായിരിക്കും നമ്മൾ ഇതിൻ്റെ അസംബ്ലി ഡ്രോയിങ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഫോർക്കെൻഡും കൂടെ ഉള്ളൂ, അതും കൂടെ നമുക്ക് വരയ്ക്കാം.